നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീയും നിന്റെ ചേച്ചിയും കൂടി ഗൂഢാലോചന നടത്തിയിട്ടാണോ എന്റെ കൊച്ചുമോനെ കൊല്ലാൻ നോക്കുന്നത്? ഇപ്പൊ എന്താ പറഞ്ഞേ മുത്തശ്ശി? ഇപ്പൊ എന്താ പറഞ്ഞത്? നിന്റെ അച്ഛനെ കൊന്നതിന്റെ പ്രതികാരം വീട്ടാൻ പോവുകയാണോന്ന്. ഞാൻ മാഡത്തിന്റെ ഓഫീസിലേക്ക് വരാനിരുന്നപ്പോഴാ ഇവിടെ വെച്ച് കാണുന്ന മാഡം പറഞ്ഞത്. ഓഫീസിൽ വെച്ച് മീറ്റ് ചെയ്യാനുള്ള സമയമില്ലായിരുന്നു ശ്രീകളെ. ഇന്ന് ഒരുപാട് തിരക്കുള്ള ദിവസമാ. നെയ്യാറ്റിങ്കര കോടതിയിലാ എനിക്കിന്ന് കേസുള്ളത്. ഞാൻ അങ്ങോട്ട് പോവാ. അതാ പോകുന്നതിനിടയിൽ ഇവിടെ വെച്ച് കാണാന്ന് പറഞ്ഞത്. ഈ തിരക്കിനിടയിലും എന്നെ കാണാൻ തയ്യാറായതിന് വക്കീലിനോട് ഒരുപാട് നന്ദിയുണ്ട്. ശ്രീകല ഫോണിലൂടെ പറഞ്ഞതൊക്കെ എനിക്ക് വ്യക്തമായി. ഇത് മകളായിട്ടെടുത്ത തീരുമാനം തന്നെയാണോ? അവളുടെ തീരുമാനമൊന്നും എനിക്കറിയണ്ട. ഇതെന്റെ തീരുമാനമോ? ഒരു ഭ്രാന്തനോടൊപ്പം ജീവിച്ചു തീർക്കാനുള്ളതല്ല എന്റെ മോളുടെ ലൈഫ്. എന്റെ കുട്ടി അവനോടൊപ്പം ഒരുപാട് കഷ്ടപ്പെട്ട് അവിടെ കഴിയുന്നത്. എന്റെ മോളെ എനിക്ക് രക്ഷിച്ചേ മതിയാകൂ. അതിന് ഇതേ ഒരു മാർഗമുള്ളൂ, ഡിവോഴ്സ്. ദേവികയും സിദ്ധാർത്ഥനും തമ്മിലുള്ള ഡിവോഴ്സ് നടക്കണം. നടന്നേ തീരൂ. അതിന് വക്കീൽ എന്നെ സഹായിക്കണം. നമുക്കത് നോക്കാം. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ എന്റെ ഭർത്താവിനെ കാറടിച്ച് കൊന്നത് അവനാ, സിദ്ധാർത്ഥൻ. അവനെ വെറുതെ വിടാൻ പാടില്ല. മോഹനേട്ടനെ കൊന്നതിന്റെ പേരിൽ അവനെതിരെ കേസ് കൊടുക്കണം. പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് അവന് ജയിലിൽ അടയ്ക്കണം. കോടതിയിൽ നിന്നും പരമാവധി ശിക്ഷ തന്നെ അവന് വാങ്ങിക്കൊടുക്കണം. ജയിലിൽ കിടന്ന് അവൻ നരകിക്കണം. ഞാൻ പറഞ്ഞത് ശ്രീകല മനസ്സിലാക്കണം. മാനസിക വൈകല്യമുള്ള സിദ്ധാർത്ഥന്റെ പേരിൽ നമ്മളിപ്പോ ഒരു കൊലപാതക കുറ്റത്തിന് കേസ് ഫയൽ ചെയ്താ അത് ഒരിക്കലും കോടതിയിൽ നിലനിൽക്കില്ല ശ്രീകലെ. If a person commits a crime while suffering from a mental illness, they may be found not guilty by reason of unsoundness of mind. അതാണ് നിയമം പറയുന്നത്. കോടതി സിദ്ധാർത്ഥന് ജയിൽ ശിക്ഷ വിധിക്കില്ല. പകരം അയാളെ ഏതെങ്കിലും മെന്റൽ അസൈലത്തിലേക്ക് ചികിത്സയ്ക്ക് അയച്ചെന്ന് വരും. അതും സിദ്ധാർത്ഥനാണ് ശ്രീകലയുടെ ഭർത്താവിന്റെ കൊലപാതകിയെന്ന് കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞാൽ മാത്രം. അത് തെളിയിക്കാനും ധാരാളം പ്രയാസപ്പെടേണ്ടി വരും. അപ്പോ അവന് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റില്ലെന്നാണ് വക്കീൽ പറയുന്നത്. അതവിടെ നിൽക്കട്ടെ ശ്രീകലെ. ആദ്യം നമുക്ക് മകളുടെ ഡിവോഴ്സ് നടപടികൾ നോക്കാം. സിദ്ധാർത്ഥന്റെ പേരിൽ ഉടനെ ഒരു വക്കീൽ നോട്ടീസ് അയക്കാം. എന്താ ശ്രീകലയുടെ അഭിപ്രായം? ആദ്യം ഡിവോഴ്സ് തന്നെയാണ് വേണ്ടത്. അത് പെട്ടെന്ന് നടക്കണം. ശരി, വേണ്ടത് ചെയ്യാം. ഞാൻ വിളിച്ചോളാം. സിദ്ധേട്ടാ, ഈ സ്വീറ്റ്സ് എടുത്തേ. എന്ത് പറ്റി? മുഖത്ത് വല്ലാത്തൊരു വിഷമം കാണുന്നുണ്ടല്ലോ. ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? ഇല്ല. പിന്നെന്താ, സുഖമില്ലേ? പിന്നെ മാലാക എന്നോട് മിണ്ടുന്നില്ല. അയ്യോ, മിണ്ടുന്നില്ലേ? മിണ്ടല്ല. മാലാക മിണ്ടാത്തോണ്ട് എനിക്ക് സങ്കടാവുക. വേണ്ട, സിദ്ധുവേട്ടൻ വിഷമിക്കണ്ട കേട്ടോ. മാലാഖ മിണ്ടും. മാലാഖയോട് മിണ്ടാൻ ഞാൻ പറയാം. ഇപ്പൊ സിദ്ധുവേട്ടൻ ഈ സ്വീറ്റ്സ് കഴിക്കേ. എടുക്ക സിദ്ധുവേട്ടാ. എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്ത? മാലാക എന്നോട് മിണ്ടട്ടെ. മിണ്ടി ഞാനത് കഴിക്കാം. മാലാഖ മിണ്ടൂന്ന് ഞാൻ പറഞ്ഞില്ലേ. മാലാഖ മിണ്ടും. മാലാഖയെ കൊണ്ട് ഞാൻ സിദ്ധുവേട്ടനോട് സംസാരിപ്പിക്കാം. എന്താ, അതുപോരെ? എന്നെ സിദ്ധുവേട്ടന് വിശ്വാസമില്ലേ? മാലാഖയും കൊണ്ട് ശരിക്കും സംസാരിപ്പിക്കോ? സംസാരിപ്പിക്കാം. ഉറപ്പാണോ?
ഉറപ്പ്. പ്രോമിസ്. പ്രോമിസ്. ഇനി ഇത് കഴിക്കാലോ. ദാ, എടുക്ക്. കൊള്ളാവോ? ഇവള് സിദ്ധുവിന് പലഹാരം കൊടുക്കുന്നു. പ്രതികാരം വീട്ടുകയാണോ ഇവള്? ഈ പലഹാരത്തിൽ എന്തെങ്കിലും ചേർത്ത് സിദ്ധുവിനെ ഇല്ലാതാക്കാനാണോ ഇവള് ശ്രമിക്കുന്നത്? ഏയ്, മുത്തശ്ശി. മുത്തശ്ശി, മുത്തശ്ശി എന്തായി കാണിച്ചത്? എന്തിനായി ഈ സ്വീറ്റ്സ് എല്ലാം തട്ടിക്കളഞ്ഞത്? മേലിൽ നിന്റെ കൈകൊണ്ട് ഇതുപോലെ ഒരു സാധനവും സിദ്ധുവിന് കൊടുത്തു പോവരുത്. അതെന്താ മുത്തശ്ശി ഇപ്പോ അങ്ങനെ പറയുന്നത്? ഞാനിത് സിദ്ധുവേട്ടന് കൊടുത്തതില് എന്താ കുഴപ്പം? ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുക, നിങ്ങൾ എല്ലാവരും എന്നോടും ചേച്ചിയോടും അകൽച്ച കാണിക്കുക. അത് എന്തിനാ? എടി, എന്താ നിന്റെ ഉദ്ദേശം? മനസ്സിലായില്ല മുത്തശ്ശി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടി, നീയും നിന്റെ ചേച്ചിയും കൂടി ഗൂഢാലോചന നടത്തിയിട്ടാണോ എന്റെ കൊച്ചുമോനെ കൊല്ലാൻ നോക്കുന്നത്? ഇപ്പൊ എന്താ പറഞ്ഞേ മുത്തശ്ശി? ഇപ്പൊ എന്താ പറഞ്ഞത്? നിന്റെ അച്ഛനെ കൊന്നതിന്റെ പ്രതികാരം വീട്ടാൻ പോവുകയാണോന്ന്. അച്ഛനെ കൊന്നതിന്റെ പ്രതികാരോ? അതെ, നിന്റെ അമ്മ ഇന്നലെ ഇവിടെ വന്ന എല്ലാവരോടും വിളിച്ചു പറഞ്ഞത് അതാണല്ലോ. എന്റെ അമ്മ എന്ത് പറഞ്ഞെന്നോ? ഞാൻ പറയാം. അമ്മേ വേണ്ട, അതൊന്നും പറഞ്ഞു ഗോപിക്ക് വിഷമിപ്പിക്കണ്ട. ഇവിടെ എല്ലാവരും എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഗോപികെ അതറിയണം. നിന്റെ അമ്മ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ആരാ നമ്മുടെ അച്ഛനെ ഇല്ലാതാക്കിയത്? നിന്റെ ഭർത്താവ് സിദ്ധാർത്ഥൻ. അവനാ നിങ്ങളുടെ അച്ഛനെ കൊന്നത്. എന്റെ മോഹനേട്ടനെ വണ്ടി ഇടിപ്പിച്ച് കൊന്നത് അവനാ. ഈ ഇരിക്കുന്ന സിദ്ധുവാണ്. ഇവനാണ് നിന്റെ അച്ഛനെ കൊന്നത്. അങ്ങനെയാ നിന്റെ അമ്മ ഇവിടെ വന്ന എല്ലാവരോടും പറഞ്ഞത്. ഹാ, നിന്റെ ചേച്ചി അത് വിശ്വസിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാ ചോദിച്ചത്. ചേച്ചി അനിയത്തിയും കൂടി ഗൂഢാലോചന നടത്തി എന്റെ കൊച്ചുമോനെ കൊല്ലാൻ ശ്രമിക്കുകയാണോന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.